നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ ഒരു സംശയമാണ്. ആ സംശയം ദൂരീകരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സാപ്പ് ഫോർവേഡുകളിലും ഒക്കെ വന്നു പോകുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. പുതിയ സെസ് അറിഞ്ഞില്ലേ? 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവഴിച്ച് 20 വർഷം മുമ്പ് പണിത വീടുകൾക്ക് 1% പുതിയ സെസ് ഏർപ്പെടുത്തി സർക്കാർ. ഇതാണ് ആ പോസ്റ്റ്, ആ വാട്സാപ്പ് ഫോർവേഡ്. ഇത് കണ്ടിട്ടാണ് സുഹൃത്തുക്കളിൽ പലരും എന്നെ വിളിച്ചും എനിക്ക് മെസ്സേജ് അയച്ചും എന്നോട് ചോദിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എനിക്കതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്തായാലും അന്വേഷിച്ചിട്ട് പറയാമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. വിശദമായി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കെട്ടിട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പുതിയ സെസ് ഏർപ്പെടുത്തിയെന്ന രീതിയിൽ ഒരു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾ 1% സെസ് നൽകണമെന്നും കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നിർമ്മിച്ച വീടുകൾക്ക് ഇത് ബാധകമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സാപ്പ് ഫോർവേഡുകളിലും പറയുന്നു. ആ പോസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. പുതിയ സെസ് അറിഞ്ഞില്ലേ? 20 വർഷം മുൻപ് പണിത 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള വീടുകൾക്ക് 1% പുതിയ സെസ് ഏർപ്പെടുത്തി സർക്കാർ. ഇതാണ് ആ പോസ്റ്റിലെ വാചകങ്ങൾ. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഫിനാൻഷ്യൽ ഗൈഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സെസ് ഏർപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണത്തിന് ഏതെങ്കിലും രീതിയിൽ പുതിയ സെസ് ഈടാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടോ എന്ന വിവരമാണ് ഫിനാൻഷ്യൽ ഗൈഡ് ആദ്യം പരിശോധിച്ചത്. ആ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി. കെട്ടിട ഉടമകളിൽ നിന്നും 1% സെസ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിക്കുന്നുണ്ട്. എന്നാൽ അത് പുതിയ സെസ് അല്ല. 1996 മുതൽ പിരിക്കുന്ന സെസ് ആണ് അത്. ഇപ്രകാരം പിരിക്കുന്ന സെസ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ചാണ് സെസ് പിരിക്കുന്നത് എന്നും നമ്മൾ നടത്തിയ പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞു. കെട്ടിട നിർമ്മാണ സെസ് പിരിക്കുന്നത് സംബന്ധിച്ച കേന്ദ്ര നിയമത്തെപ്പറ്റിയാണ് ഞങ്ങൾ പിന്നീട് പരിശോധിച്ചത്. ദ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് 1996 പ്രകാരമാണ് കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കാണ് ഈ പണം നൽകുന്നത്. ആകെ നിർമ്മാണ ചെലവിൻ്റെ 1% തുക ഒറ്റത്തവണയായാണ് ഈടാക്കുന്നത്. കെട്ടിട ഉടമകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയിട്ടുള്ള നിർമ്മാണ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് സെസ് തുക കണക്കാക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്കും സ്വകാര്യ കെട്ടിടങ്ങൾക്കുമാണ് സെസ് നൽകേണ്ടി വരുന്നത്. സർക്കാർ ഭവന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ സെസ് നൽകേണ്ടതില്ല. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും 1996 മുതൽ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. നിയമത്തിലെ പ്രസക്ത ഭാഗം ചുവടെ കാണാം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എന്ന് അതിൽ പ്രത്യേകം പറയുന്നു. അതിനർത്ഥം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ സെസ് ബാധകമാണ് എന്നാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് പിരിച്ചെടുക്കുന്നത് എങ്കിലും സർക്കാരിന് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിനാണ് സെസ് പിരിച്ചെടുക്കുന്നതെന്ന് നിയമത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 3.18 ലക്ഷം പേരാണ് ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിനായി പ്രതിമാസം 50 ലക്ഷം രൂപ ചെലവാകും. പെൻഷൻ മുടക്കം വരുന്നതിനാൽ അടുത്തിടെ സെസ് പിരിവ് ഊർജിതമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി എന്നത് മാത്രമാണ് ഇതിൽ സംസ്ഥാന സർക്കാരിനുള്ള പങ്ക്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഞങ്ങൾ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. 1996 കേന്ദ്ര നിയമം അനുസരിച്ച് 1% സെസ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് നൽകണമെന്ന് വ്യവസ്ഥയുണ്ട്. ഇതല്ലാതെ കെട്ടിട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേക സെസ് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തൊഴിൽ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ വൻ തുക സെസ് ഏർപ്പെടുത്തിയെന്ന രീതിയിൽ മുമ്പും പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, തൊഴിലാളി ക്ഷേമനിധി സെസ് ഒറ്റത്തവണ നികുതിയാണ്. മൊത്തം നിർമ്മാണ ചെലവിൻ്റെ 1% കെട്ടിട ഉടമ അടയ്ക്കേണ്ടി വരുന്നത്. കെട്ടിടങ്ങളുടെ വിസ്തീർണവും മറ്റ് വിവരങ്ങളും അടിസ്ഥാനപ്പെടുത്തി സ്ലാബ് കണക്കാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് തുക അടയ്ക്കുക. സെസ് തുക സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നില്ല. അതിനാൽ പലരും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. എന്നാൽ അദാലത്തുകൾ വഴി ഈ തുക പലിശരഹിതമായി അടയ്ക്കാനുള്ള സംവിധാനം സർക്കാർ അതാത് കാലത്ത് ഏർപ്പെടുത്തുകയാണ് പതിവ്.
കേന്ദ്ര സർക്കാർ നിയമപ്രകാരമാണ് സെസ് ഈടാക്കുന്നത് എന്നത് സംബന്ധിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ തൊഴിൽ മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ മറുപടിയും ഫിനാൻഷ്യൽ ഗൈഡ് നിയമസഭാ രേഖകളിൽ നിന്നും കണ്ടെത്തി. 2024 ഫെബ്രുവരി 1 തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ നൽകിയ മറുപടിയിലും സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര നിയമപ്രകാരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രേഖയുടെ പ്രസക്ത ഭാഗമാണിത്. സുഹൃത്തുക്കളെ, ഫിനാൻഷ്യൽ ഗൈഡ് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കെട്ടിട ഉടമകളിൽ നിന്നും കെട്ടിട നിർമ്മാണ സെസ് പിരിക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കി എന്ന തരത്തിലുള്ള പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ തന്നെ തെറ്റാണ്, തെറ്റിദ്ധാരണാജനകമാണ്. ദയവായി ഇത്തരം കുപ്രചരണങ്ങളിൽ വീഴരുത്. ഇത്തരം പൊതുജന താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയ ദൂരീകരണത്തിനും വ്യക്തത വരുത്തുന്നതിനുമായി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗൈഡിനെ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ ഈ വീഡിയോയിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നതാണ്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.